മുൻ കരസേനാ മേധാവി നരവാനയുടെ പ്രസിദ്ധീകരിക്കാത്ത ബുക്കിൽ അല്ലെങ്കിൽ പുസ്തകത്തിൽ ചൈനയ്ക്കെതിരെ അല്ലെങ്കിൽ ചൈനയുടെ സൈന്യത്തിനെതിരെ പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയും മൗനം പാലിച്ചു എന്നാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ സംസാരിച്ചത്. വലിയ പ്രതിഷേധമൊക്കെ പ്രതിപക്ഷം ഉണ്ടാക്കിയിരുന്നു. യഥാർത്ഥത്തിൽ ചൈനയ്ക്ക് മുന്നിൽ ഇന്ത്യ കീഴടങ്ങിയിരുന്നു ആ സമയത്ത്. ചൈനയ്ക്ക് മുമ്പിൽ ഇന്ത്യ കീഴടങ്ങിയെങ്കിൽ ലോകമാധ്യമങ്ങൾ 40 മുതൽ 100 പേരെ വരെ അന്ന് കഴുത്തൊടിച്ചു കൊന്ന ഒരു കഥ നമ്മുടെ മാധ്യമങ്ങൾ എഴുതിയില്ലെങ്കിലും ഇദ്ദേഹത്തിന് മനസ്സിലായില്ലെങ്കിലും അന്ന് റിപ്പോർട്ട് ചെയ്ത ചൈന അവസാനം 25 പേർ ഞങ്ങൾക്ക് ഡാമേജ് പറ്റിയെന്ന് അവരുടെ വാർത്തകൾ വെളിയിൽ വരണമെങ്കിൽ അവർ മാത്രം കഴുത്ത് അന്ന് ആയുധങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. കഴുത്തൊടിച്ചോളും. നമ്മുടെ പട്ടാളക്കാർക്ക് നീളക്കൂടില്ല, അവരുടെ പട്ടാളക്കാർ പൊതുവെ നീളക്കുറവാണ്. കഴുത്തൊടിച്ചു കളഞ്ഞത്. അവിടെ നേർക്ക് നേർ വരുമ്പോൾ കരാറുണ്ടല്ലോ 2015 എനിക്ക് തോന്നുന്നു അവിടെ അങ്ങനെ ഒരു കരാർ 1996 2005 കരാറനുസരിച്ച് മുഖാമുഖം വരുമ്പോൾ ആയുധം ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്നുണ്ട്. അപ്പോൾ അവന്മാര് കമ്പിവെടി മറ്റ് സാധനങ്ങളും ഒക്കെ ആയിട്ട് വന്ന് നമ്മളെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ കമാൻഡോസ് അന്ന് കഴുത്തൊടിച്ചു കളഞ്ഞത്. അവർക്ക് അതിനകത്ത് പിടിച്ചിരിക്കാൻ പറ്റില്ല, അന്ന് വരണ്ടു പോയി. അപ്പോൾ ഇതിനകത്ത് 1962 2013 ഇതേ സമാനമായിട്ട് നമ്മൾ യുദ്ധം ഉണ്ടായിട്ടുണ്ടല്ലോ. നമുക്ക് പരാജയമായിരുന്നല്ലോ ഈ ചൈനയുമായിട്ടുള്ള. അപ്പോൾ 2020 ഇദ്ദേഹം പറയുന്ന ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഈ പറയുന്ന നരവാണ അല്ലേ, അദ്ദേഹം ഈ ടാങ്കുകൾ വരുന്നത് കണ്ടുകൊണ്ട്, ലഡാക്കിൽ ടാങ്കുകൾ ഇരച്ചു കയറി വരുന്നത് കണ്ടുകൊണ്ട് നമ്മുടെ രാജ്നാഥ് സിംഗിനെ വിളിക്കുന്നു. അദ്ദേഹം പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തു കൊള്ളാൻ. സാറേ ഇപ്പം അത് ആണ് ഇപ്പോഴും ഇന്ത്യയുടെ നിലപാട്. സിന്ദൂർ സമയത്തും നമ്മൾ ചർച്ച ചെയ്തതിനു ശേഷം മോദി പറഞ്ഞത് നിങ്ങൾക്ക് ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ തിരിച്ചടിക്കാനാണ് പറഞ്ഞത്. ഇതിനകത്ത് ഇയാൾ പറയുന്നതിനകത്ത് ഇയാളെ വളച്ചൊടിക്കൽ പോലെ അല്ല ഇതിൻ്റെ കാര്യങ്ങൾ. ഇയാൾ പറയുന്നു, ഈ പറയുന്ന നരവാണ തന്നെ പറയുന്നുണ്ട്. കാരണം ഇന്ത്യ ഗവൺമെന്റിന്റെ ആ തീരുമാനത്തിന് ശേഷം നമ്മളുടെ ടാങ്കുകൾ 16,000 അടി ഉയരത്തിൽ കയറി നമ്മളെ കാച്ചുമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന ചൈനക്കാരനെ പ്രതിസന്ധിയിലാക്കി. അവന് യുദ്ധം ചെയ്യാം, മേളിൽ കയറി നിന്നിട്ട് അവനെ പോയിന്റ് ബ്ലാങ്കിലാക്കി. അങ്ങനെയാണ് നേരത്തെ നമ്മൾ 1962 2013 സംഭവിച്ചത്. അവൻ കയറി അടിച്ച്, അവൻ കയറി പിടിച്ച്, ടെൻ്റ് അടിച്ച് ഇവിടെ കിടന്ന സമയത്ത് പിന്നെ പോയി ചർച്ച ചെയ്യുകയല്ലേ ചെയ്തത്. ഇത് പ്രതിസന്ധിയിലാക്കിയ സമയത്ത് ചർച്ച ചെയ്യേണ്ടി വന്നു, ചർച്ച പരിഹരിച്ചു. അതായത് അവിടെ ഇന്ത്യക്ക് വിജയമായിരുന്നു എത്രയാണെന്ന് പറയുമ്പോൾ ഇതാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ നടന്ന സംഭവം. അപ്പം യഥാർത്ഥത്തിൽ ഈ സംഭവം നടക്കുമ്പോൾ ഇദ്ദേഹത്തിന് പുസ്തകം ഇതുവരെ വെളിയിൽ ഇറങ്ങിയിട്ടില്ല. ഇദ്ദേഹം പോലുള്ളതിനകത്ത് കൊടുത്ത പല വീഡിയോസ് നരവാണ കൊടുത്തതിനകത്ത് ഈ പറയുന്ന ഇന്ത്യ ഗവൺമെന്റിനെ മോശമാക്കിയൊന്നും പറയുന്നില്ല. ഇയാൾ വാചകം വളച്ചൊടിച്ചിരിക്കുകയാണ്. ഞാൻ വിളിച്ചു ചോദിക്കുന്നു നമ്മുടെ പ്രതിരോധ മന്ത്രിയെടുത്ത് അദ്ദേഹം വേണ്ട വിധത്തിൽ നിങ്ങൾക്ക് ഉചിതമാകുന്ന രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറഞ്ഞു. സാറ് മന്ത്രിയാണ്, രാജ്നാഥ് സിംഗിന് യുദ്ധം ചെയ്ത് വരാൻ പറ്റുന്നത് AC റൂമിൽ അവിടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത്. ലഡാക്കിൽ ഒരു വിഷയം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിളിച്ചു ചോദിക്കുമ്പോൾ നിങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, നിങ്ങളത് ഉചിതമായിട്ട് ചെയ്യണം, ഇന്ത്യക്ക് ഫേവറായിട്ട് ചെയ്യണമെന്ന് പറയുന്നതിനകത്ത് അങ്ങനല്ലേ അദ്ദേഹത്തിന് പറയാനൊക്കും. മനസ്സിലാവുന്നുണ്ട്. ഇതേപോലെ ഈ സമയത്ത് ഇയാൾ ഈ ന്യായം പറയുമ്പോൾ നേരത്തെ ലഡാക്കിൽ എന്തുകൊണ്ട് വഴി ഉണ്ടാക്കിയിരുന്നില്ല എന്ന് ആന്റണി ചോദിച്ച വഴി ഉണ്ടാക്കി അതിലെ കൂടെ ഉമ്മാരി കയറി നമ്മളെ ആക്രമിച്ചെന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രി ഉള്ള സമയത്ത്. മാത്രമല്ല 2013 വരെ സംഭവിച്ചിരുന്ന കാര്യം ഇത് തന്നെയാണ്. സാർ മനസ്സിലാക്കണം. ഈ 1962 2013 നമുക്ക് വേണ്ട വിധത്തിൽ നമ്മുടെ ടാങ്കുകൾ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഓടിച്ച് 16,000 അടി മുകളിൽ കയറ്റി യുദ്ധം ചെയ്യാനും അവനെ പ്രതിസന്ധിയിലാക്കാനും സാധിച്ചത് അവിടെ റോഡ് വെട്ടിയുണ്ടാകും. അതിനു മുമ്പ് റോഡ് വെട്ടിയാൽ ചൈനക്കാരൻ ഇവിടെ കയറി വരുമെന്ന് പറഞ്ഞ പ്രതിരോധ മന്ത്രി ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഭരിച്ചിരുന്ന കോൺഗ്രസിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിപക്ഷ ഉള്ള ആൾ അദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് നിന്ന ഈ പ്രതിപക്ഷ നേതാവിൻ്റെ. അപ്പോൾ ഇത് ശരിയായ രീതി ഇതാണ്. അതായത് അവിടെയും നമ്മൾ അതിനുശേഷം ഈ ടാങ്കുകൾ വെച്ചിട്ട് യുദ്ധം ചെയ്യാവുന്ന കരാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വരുമ്പം അല്ലാത്തതിന് മുഖാമുഖം ഈ പറയുന്ന അതിർത്തികൾ വരുമ്പം ഏറ്റുമുട്ടൽ, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഏറ്റുമുട്ടൽ പാടില്ല, തോക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല, തോക്കുകൾ പാലിക്കാൻ പാടില്ല. അങ്ങനെ വന്നപ്പോഴേ അവന്മാർ നമ്മളെ ഈ ഇതുണ്ടല്ലോ ഈ കമ്പിവേലി വിറ്റിയ വടി, അങ്ങനത്തെ വടികളും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഉപദ്രവിക്കാൻ വന്നു. നമ്മുടെ കമാൻഡോസിന് മുമ്പിൽ പിടിച്ചിരിക്കാൻ പറ്റിയില്ല. വളരെ വലിയ വലിപ്പത്തിൽ ചൈനയ്ക്ക് പട്ടാളക്കാരെ നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടായി. ഹില്ലി ഏരിയയിൽ യുദ്ധത്തിനകത്ത് പിടിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. മഞ്ഞ ഏരിയയിൽ യുദ്ധത്തിനകത്ത് നമ്മൾ
അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് പിൻവാങ്ങിയാണുണ്ട്. ആ അതിർത്തി തക്കമാണല്ലോ ഇപ്പോഴും. അത് തീർത്തിട്ട് അല്ലെങ്കിൽ അതിനകത്തൊരു കോംപ്രമൈസ് ഉണ്ടാക്കുന്നില്ല, ഫേവറായിട്ടുള്ള കോംപ്രമൈസ് മതി. ഇപ്പം നമ്മൾ ചർച്ച അമേരിക്കയായിട്ടുള്ള വിഷയം വന്നപ്പോൾ ചർച്ച വന്നല്ലോ. അപ്പോൾ അതിർത്തി തർക്കങ്ങൾ അവിടെ നിൽക്കട്ടെ, അതിന് സ്ഥായിയായ കോംപ്രമൈസ് മതിയെന്ന് നമ്മളിപ്പോഴും പറയുന്നു. അപ്പം അങ്ങനെ നിൽക്കുന്ന ഇന്ത്യ, ഈ ഇന്ത്യ ഈ സമയത്തല്ലേ 2020 മുമ്പ് അങ്ങനെ അല്ലായിരുന്നല്ലോ സാർ. അതെ അതെ, തീർച്ചയായിട്ടും. ഇത് സത്യത്തിൽ ഇന്നലെ പാർലമെന്റിൽ നടന്ന മുഴുവൻ സാങ്കേതികമായ കോലാഹലങ്ങളാണ്. യഥാർത്ഥത്തിൽ ചൈനയെ ഇന്ത്യ ഇന്നും എന്നും ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവായിട്ട് കാണുന്നുണ്ട്. ഒരു കാര്യം സാങ്കേതികമായി ശ്രദ്ധിച്ചാൽ മതി. പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും അതിർത്തികളിൽ ഇന്ത്യ വിന്യസിച്ചിരിക്കുന്നത് കേവലം BSFനെയാണ്. അതൊരു സെമി പോലീസാണ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. അതിർത്തി കാത്താൽ മതി. കാരണം അവിടുന്ന് വരുന്നവനെ നേരിടാൻ അവർ മതി നമുക്ക്. പക്ഷേ ഇന്ത്യൻ പട്ടാളം മുഴുവൻ, ഇന്ത്യയുടെ 3 സേനയും ഏറ്റവും ശക്തമായി എന്നും കാവലിരിക്കുന്നത് ചൈനീസ് അതിർത്തിയിലാണ്. അവനെ സൂക്ഷിക്കണം, കൂടുതൽ സൂക്ഷിക്കണം എന്ന് ഇന്ത്യക്കറിയാം. ആ നടപടികളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ പാർലമെന്റിൽ നടന്നത് കേവലം സാങ്കേതികമാണ്. പാർലമെന്റിൽ നിന്ന് പ്രശ്നം എന്താ? ഒന്നാമത്തെ പ്രശ്നം എന്താ? ഇന്നലെ രാഹുൽ ഗാന്ധിയെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ അതിശക്തമായി തടസ്സപ്പെടുത്തിയത് എന്താണെന്ന് വെച്ചാൽ, രാജ്യത്തിൻ്റെ പാർലമെൻറ്റിലെ ഒരു നിയമം, ഒരു കീഴ്വഴക്കം ലംഘിക്കുകയാണെന്ന് വെച്ചാൽ, പാർലമെൻ്ററി ചട്ടങ്ങളിൽ ചട്ടം 349 ചട്ടം 349 കൃത്യമായൊരു നിയമമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും പുസ്തകങ്ങൾ കൊണ്ടുവന്നോ, മാസികകൾ കൊണ്ടുവന്നോ, വാരികകൾ കൊണ്ടുവന്നോ, പത്രം കൊണ്ടുവന്നോ പാർലമെൻറ്റിനകത്ത് പ്രസംഗിക്കാൻ പാടില്ല, വായിക്കാൻ പാടില്ല, നിയമമുണ്ട്. ആ ചട്ടം രാഹുൽ ഗാന്ധി ലംഘിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. രാഹുൽ ഗാന്ധി ലംഘിക്കാൻ എന്താ കാരണം? ഇനി രാഹുൽ ഗാന്ധി ലംഘിക്കുമ്പോൾ രാജ്നാഥ് സിംഗ് പറഞ്ഞ മറുപടി, പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു പുസ്തകം പോലും അല്ല അങ്ങ് പറയുന്നതെന്നാണ്. ആ പുസ്തകം പ്രസിദ്ധീകരിക്കണമെങ്കിൽ പ്രതിരോധ വകുപ്പിൻ്റെ അംഗീകാരം കൊടുക്കണം. പ്രതിരോധ വകുപ്പ് അംഗീകരിച്ചിട്ടില്ല. കാരണം ഈ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് മുഴുവനും പലപ്പോഴും വസ്തുതാപരമായി ശരിയാവണമെന്നില്ല. അത് ഗവൺമെൻറ് സമ്മതിക്കണമെന്നില്ല. ഗവൺമെൻറ്റിൻ്റെ പോളിസി അല്ലാത്ത ഒന്ന് ആര് വിളിച്ചു പറഞ്ഞാലും അതിന് അനുമതി കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാത്തത്. പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഇത് 2022 അദ്ദേഹം റിട്ടയർ ചെയ്തു. 2023 ഡിസംബറിൽ ഈ പുസ്തകം പൂർത്തിയായി. പബ്ലിഷർ അത് പ്രസിദ്ധീകരിക്കാനുള്ള പെർമിഷൻ രാജ്യരക്ഷാ വകുപ്പ് കൊടുത്തിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ടാണ് കാരവൻ മാസിക ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലെക്ക ഇറക്കി. പക്ഷേ കാരവൻ മാസിക ഈ നിലവിലില്ല. കാരവൻ മാസിക പ്രിന്റ് കോപ്പി ഇല്ല. അതുകൊണ്ട് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അത് ഉയർത്തി കാണിക്കൂലേ? കയ്യിലുള്ളത് ശ്രദ്ധിച്ചോ, കയ്യിലുള്ളത് പ്രിന്റ് ഔട്ടാ. എന്നുവെച്ചാൽ ഓൺലൈനേ ഈ സാധനം ഉള്ളൂ. കാരവൻ മാസിക പോലും പ്രിന്റ് ചെയ്യുന്നില്ല. ആ ഓൺലൈൻ പ്രസിദ്ധീകരണത്തിൻ്റെ പ്രിന്റ് ഔട്ട് കൊണ്ടുവന്നാണ് ഇത് വായിക്കുന്നത്. അത് സഭയിൽ വായിക്കാൻ പാടില്ല, ചട്ടവിരുദ്ധമാണ്. അതാണ് ഇന്നലെ ഉയർത്തിയൊരു പ്രശ്നം. കാരവൻ എന്ന് പറയുന്ന മാസിക പോലും പ്രിന്റ് ചെയ്ത സാധനമില്ല, ഒക്കെ ആകാശത്ത് എടുത്തു കൊണ്ടുവരികയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഗവൺമെൻറ് ഒരു പുസ്തകത്തിന് അനുമതി കൊടുത്തില്ലെങ്കിൽ അതിന് രാജ്യരക്ഷാപരമായ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് എങ്ങനെ സത്യമാവുക? അതുകൊണ്ട് ഇന്നലെ യഥാർത്ഥത്തിൽ ചട്ടം പറഞ്ഞാണ്, സാങ്കേതികമായ ചട്ടങ്ങൾ പറഞ്ഞിട്ടാണ് തടസ്സപ്പെടുത്തിയതെങ്കിലും യഥാർത്ഥത്തിൽ ഇത് ഞാൻ TGയുമായിട്ട് സംസാരിച്ചു. അപ്പോൾ TGയും പറയുന്നത് യഥാർത്ഥത്തിൽ പറയേണ്ടിയിരുന്നത് ആ ഉദ്യോഗസ്ഥൻ്റെ വാക്കുകൾ വസ്തുതാവിരുദ്ധമാണ്, വസ്തുതാവിരുദ്ധമായ അംശങ്ങൾ രാജ്യത്തിനെതിരെ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് പ്രതിരോധ വകുപ്പ് അതിന് അനുമതി കൊടുക്കാഞ്ഞത്. അത് തന്നെയാണ് ഇപ്പോൾ കാരവൻ പറഞ്ഞിരിക്കുന്നത്. അത് ഈ രാജ്യത്തിനെതിരായ പ്രസ്താവനയാണെന്നാണ് പറയേണ്ടത്. അത് പറയുന്നതിന് പകരം ചട്ടം ചൂണ്ടിക്കാണിച്ചാണ് ബഹളം ഉണ്ടായത് എന്നുള്ളതുകൊണ്ടാണ് ഇന്നലെ രാഹുൽ ഗാന്ധി സത്യത്തിൽ ഒരു ബഹളം ഉണ്ടാക്കാൻ മാത്രമുള്ള ഒരു ഇഷ്യൂ അതിനകത്തില്ല, സാങ്കേതികത്വം മാത്രമാണ്. ഇനി പ്രധാനപ്പെട്ടൊരു കാര്യം, ചൈനയുടെ ഭീഷണി ഇത്രമേൽ ഗൗരവത്തോടെ കണ്ട ഒരു കാലം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? UPA ഗവൺമെൻറ് എന്തായിരുന്നു, എത്ര ലൂസായിരുന്നു അന്ന്? അന്നാണല്ലോ നമ്മുടെ അരുണാചൽ പ്രദേശ് മുഴുവനും ഇവർ കയ്യേറിയത്. അന്നാണല്ലോ തിബറ്റിലെ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്. അന്നാണല്ലോ ദലൈലാമയുടെ പ്രശ്നം ഉണ്ടായത്. അന്നല്ലേ നമ്മുടെ ഹിമാലയത്തിൻ്റെ അങ്ങേയറ്റത്ത് കാശ്മീരിൻ്റെ മുകളിൽ ഇവിടുത്തെ പ്രശ്നം ഉണ്ടായി, കാർഗിൽ ഇഷ്യൂസ് ഉണ്ടായത്. അപ്പൊ കാർഗിലല്ല ഞാൻ പറയുന്നത്, ഇപ്പോ ലഡാക്കിലെ ഇഷ്യൂ ഒക്കെ അന്നാണ് ഉണ്ടായത്. അപ്പോ ഈ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കിയവര് ഇപ്പൊ പാർലമെന്റിൽ വന്നിട്ട് ചൈന എന്ന ഭീഷണിയെ നിങ്ങൾ ഒന്ന് ആകെ പറയുന്നൊരു, രാഹുൽ ഗാന്ധി ഇന്നലെ മൊത്തം പറഞ്ഞു വന്ന സാങ്കേതികത്വമൊക്കെ മാറ്റി നിർത്തിയാൽ, കാരവനിലാണ് വന്നത്, സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണൊക്കെ ശരി. ആകെ ആ സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞതിലും
വീഴ്ച എന്ന് പറയുന്നത് എന്തേ ഉള്ളൂ അറിയോ? 2.25 മണിക്കൂർ താമസിച്ചു എന്നാണ് അയാൾ പറയുന്നത്. 2020 ആഗസ്റ്റ് 31 രാത്രി 8:15 ഇദ്ദേഹം ഒരു മെസ്സേജ് അയച്ചു, രാജ്നാഥ് സിംഗിന് അയച്ചു, ഒപ്പം വിദേശകാര്യമന്ത്രി ജയശങ്കറിന് അയച്ചു, മോദിക്ക് അയച്ചു, പ്ലസ് നമ്മുടെ പ്രതിരോധ അജിത് ഡോവലിനും അയച്ചു. 4 പേർക്കും മെസ്സേജ് അയച്ചിട്ട് നിരന്തരമായി ഓർമ്മിപ്പിച്ചിട്ടും 2 കാര്യങ്ങൾ നടന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, അടിയന്തരമായി ഇതിന് സെക്യൂരിറ്റി കൗൺസിൽ ഉണ്ടാവും, അവർ ഓൺലൈനിലെങ്കിലും യോഗം ചേരും, യോഗം ചേർന്നിട്ട് അടിയന്തരമായി അടിക്കാൻ പറയണം. അത് പറഞ്ഞില്ല. 2.25 മണിക്കൂർ കാത്തിരുന്നപ്പോഴാണ് അവസാനത്തെ ഒരു മെസ്സേജ് കിട്ടിയത്, ഡു ആസ് യു ലൈക്ക്. അത് പൊളിറ്റിക്കൽ ഡിസിഷനാണെന്ന് പറയരുത്, അതൊരു തീരുമാനമാണ്, ഡിപ്ലോമസി. അത് ഗവൺമെൻറ് മോദി പറഞ്ഞിരിക്കുന്നു യുദ്ധം ചെയ്യാനെന്ന് സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോകുന്നത് വലിയ ശത്രുത ഉണ്ടാക്കും, യുദ്ധത്തിലേക്ക് പോലും നയിക്കും. മോദി പറഞ്ഞു, അല്ലെങ്കിൽ രാജ്നാഥ് സിംഗ് പറഞ്ഞു, മന്ത്രി പറഞ്ഞു. അതിന് പകരം സൈന്യത്തിൻ്റെ മുമ്പിൽ ഒരു ശത്രുവിനെ കണ്ടാൽ നിങ്ങൾ എങ്ങനെയാണോ പെരുമാറേണ്ടത് അതുപോലെ പെരുമാറിക്കൊള്ളുക. അത് ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഏജൻസികൾക്കും ഈ ഫ്രീഡം കൊടുക്കുന്നത് നല്ലതാണ്. അതൊരു നല്ല ഗവേണൻസാണ്. അല്ലാതെ എനിക്ക് ഓരോ കാര്യത്തിനും ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നവനല്ല നല്ല ഉദ്യോഗസ്ഥൻ. ചോദിക്കാതെ ചെയ്യാൻ വിശ്വാസം ഉണ്ടാവും, ഗവൺമെൻറ് വിശ്വാസം കൊടുക്കും. അതാണ് സംഭവിച്ചത്. അത് മാത്രമേ ഈ 2.25 മണിക്കൂർ വൈകിയത് എന്തിന്, അതിന് ഗവൺമെൻറ് അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാവും. അപ്പുറത്ത് ചൈനയാണ്. ചൈനയോട് ഈ തീരുമാനം എടുക്കാനും വേണം ഗവൺമെൻറ്റിന് സമയം. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, ആഭ്യന്തരമന്ത്രി, വിദേശകാര്യമന്ത്രി, ഈ മന്ത്രിമാരുടെയൊക്കെ ഓഫീസുകൾ തമ്മിൽ കൂടിയാലോചിക്കാനും 2.25 മണിക്കൂറേ എടുത്തുള്ളൂ. അത് പ്രധാനപ്പെട്ട കാലമൊന്നുമല്ല. അതാണ് അദ്ദേഹം ആകെ പറഞ്ഞ കുറ്റം. ആ പറഞ്ഞ കുറ്റത്തിലും കാര്യമായിട്ടൊന്നുമില്ല. ഇത് ഉയർത്തിക്കൊണ്ടുവന്ന രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ പ്രസംഗത്തിലും കാര്യമായിട്ടൊന്നുമില്ല. സാങ്കേതികത്വം പറഞ്ഞുണ്ടാക്കുന്ന കോലാഹലമാണ്. ഈ മാതിരി കോലാഹലങ്ങളിൽ പിടിച്ചു നിൽക്കാനാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന് അതിനേക്കാളും ഗൗരവമുള്ള പണികൾ ചെയ്യാൻ പറ്റേണ്ടതാണ്. അപ്പോഴേ അദ്ദേഹം പ്രതിപക്ഷ നേതാവാകും.